മോട്ടു പത്ലു പുറത്തേക്ക് വരൂ. ഒരു നല്ല വാർത്തയുണ്ട്. നിങ്ങളെ കൊണ്ട് മാത്രമേ ഫുർഫുറി നഗരത്തിന് നല്ലത് ചെയ്യാൻ പറ്റൂ. അല്ല, എന്താ മോട്ടു പത്തുലിന്റെ വീട്ടിൽ ഇത്രയും വലിയൊരു ആൾക്കൂട്ടം? നമ്പർ 1 നമ്പർ 2 എന്റെ പ്ലാൻ സക്സസ് ആയിട്ടോ. എന്ത് പ്ലാനാ ബോസ്? ഞാൻ ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത വായിച്ചു. അതിലെ അഡ്വഞ്ചറസ് സ്പോർട്സിന്റെ ഒരു റേസ് ഉണ്ടെന്ന്. ഇതിലൊന്നാം സമ്മാനം എന്താണെന്നറിയോ? 500 കോടി രൂപ. എന്റെ ചെകുത്താൻ ബുദ്ധിക്കുള്ളിലെ ഒരു ആദ്യഗ്രൻ ഐഡിയ വന്നിട്ടുണ്ട്. മോട്ടു പത്ലുവിനെ കൊണ്ട് മാത്രമേ ഈ റേസിൽ വിജയിക്കാൻ പറ്റുമെന്ന് ഞാൻ ആൾക്കാരോട് പറഞ്ഞിരിക്കുകയാണ്. അവർ ആ റേസിൽ വിജയിച്ച് 500 കോടി രൂപ കൊണ്ടുവന്നാൽ പിന്നെ ഫുർഫുറി നഗരത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവുമെന്ന് ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ബോസ്, ഇതിൽ ബോസിന് എന്താ ലാഭം? ആ റേസ് വളരെ അപകടം നിറഞ്ഞതാണ്. അങ്ങോട്ട് പോയി ആരും തിരിച്ചു വരില്ല. ഫുർഫുറി നഗരത്തിന്റെ ജനങ്ങൾ സ്നേഹം കൊണ്ട് പൊതിഞ്ഞാൽ മോട്ടു പത്ലു തീർച്ചയായും പോവും. പക്ഷേ തിരിച്ചു വരില്ല. അതിനുശേഷം ഈ ജോൺ സ്വാതന്ത്ര്യമായി മോഷ്ടിക്കാൻ തുടങ്ങും. എൻജോയ് ചെയ്യാം. ജോണകൻ പോകുന്നു ഡോൺ. ജോണകൻ പോകുന്നു ഡോൺ. ഓഹോ, അപ്പൊ ഇതാണ് കാര്യമല്ലേ? ജോണിന്റെ ഈ പ്ലാനിനെ പറ്റി മോട്ടു പത്ലിന് ഉടനെ തന്നെ വിവരം കൊടുക്കണം. മോട്ടു പത്ലു, ജോൺ നിങ്ങളെ അല്ല, എന്താ ഇവർ രണ്ടുപേരും പുറത്തേക്ക് വരാത്തത്? പുറത്തേക്ക് വരുന്നില്ലേ? എന്നാ അവരെ പിടിച്ച് പുറത്തേക്ക് വലിച്ചോണ്ടി വരണം. വാതില് പൊട്ടിക്കാം. ശരിയാണ്. ഈ വാതിൽ പൊളിക്ക്. എല്ലാവരും മോട്ടു പത്ലിനെ പോയി അന്വേഷിക്കേ. ഇവിടെ ഇല്ലല്ലോ. ഇവിടെയും ഇല്ല. എവിടെ പോയി കാണാൻ രണ്ടുപേരും? ഇവിടെ എവിടെങ്കിലും ഉണ്ടാകും. മോട്ടു പത്ലു കിട്ടിപ്പോയി. മോട്ടു പത്ലു പ്ലീസ്, റേസ് ടു ദി എൻഡ് ഓഫ് ദി വേൾഡിൽ നിങ്ങൾ പങ്കെടുക്കണം. ഫുർഫുറി നഗരത്തിന്റെ പ്രശ്നം നിങ്ങൾ എന്നേക്കുമായി ഇല്ലാതെയാക്കണം. മോട്ടു ഓടിക്കോ. ഇവർ രണ്ടുപേരും എങ്ങോട്ട് പോയേ? വരുത്തേടാ. വരൂ. അയ്യോ, റോട്ടിലെ കുണ്ടും കുഴി കാരണം വഴക്ക് വന്ന നഷ്ടം കണ്ടോ? നമുക്കറിയാം ജോൺ തന്നെയാണ് നമ്മളെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നതെന്ന്. ഇവിടെ റോട്ടില് കുഴിയാണോ അല്ല കുഴിയിലെ റോഡാണോ? വേഗം വാ, നമുക്ക് ആ ബിൽഡിങ്ങിന്റെ പുറകിൽ പോയി ഒളിക്കാന്നേ. അല്ല മോട്ടു, ഇത് ലോക്കാണല്ലോ. കേറ്. അയ്യോ, ഒന്ന് തുറക്ക്. വീണു. പത്ലു, സ്കൂളിന്റെ അവസ്ഥ ഭയങ്കര മോശമാണല്ലോ. നമുക്കറിയില്ലായിരുന്നു. ശരി വാ, ബിൽഡിംഗ് വീഴുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാം. വേഗം ഓടിക്കോ. ഓട് മോട്ടു. വേഗം ഓട് പത്ലു. ഓടിക്കോ. നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോയി ഒളിക്കാം. കാശില്ലാത്ത പാവപ്പെട്ട ജന്മങ്ങൾക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതും അടച്ചു പൂട്ടിയല്ലോ. അല്ല മോട്ടു, ഈ ഹോസ്പിറ്റലിന്റെ കാര്യം വളരെ മോശമാണല്ലോ. ഈ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാതെ പോയല്ലോ. പത്ലു, നമ്മൾ എത്ര നാൾ ഓടുവടാ ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന്? മോട്ടു, നമുക്ക് വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാകൂ. അതാ അവിടെയുണ്ട്. ഞങ്ങളെ ഒന്ന് സഹായിക്കേ. നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയൂ. എന്റെ അമ്മോ. Stop in the name of law. ഇന്ത്യ നിയമമാണ് സത്യം. എന്റെ അമ്മോ. ചിങ്കം സാറേ,
മോട്ടുപത്ലു, ചായക്കട ചേട്ടൻ മൂലം ഞാൻ എല്ലാ വിവരം അറിഞ്ഞിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഇനി എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ചിങ്കം സാർ, ഇവരെ റേസ് ടു ദി എൻഡ് ഓഫ് ദി വേൾഡിലേക്ക് ഒന്ന് അയക്കിയോ പ്ലീസ്? ആരെങ്കിലും മോട്ടുപത്ലുനെ ഫോഴ്സ് ചെയ്തു ഞാൻ അറിഞ്ഞാൽ അപ്പൊ തന്നെ അവന്മാരെ പിടിച്ച് ഞാൻ ജയിലിനകത്ത് ഇട്ടിരിക്കും. അണ്ടർസ്റ്റാൻഡ്? ഈ മോശപ്പെട്ട റോഡുകള്, പൊട്ടിപ്പൊളിഞ്ഞ സ്കൂള്, ഈ ഹോസ്പിറ്റലിന്റെ അവസ്ഥ, ഇതെല്ലാം നന്നാക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. എല്ലാരും വാ, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ നിൽക്ക്. ആർക്കും എവിടെയും പോകേണ്ട ഒരാവശ്യമില്ല. ഞങ്ങൾക്കാണെങ്കിൽ അറിയത്തേ ഇല്ലായിരുന്നു ഇവിടുത്തെ സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഒക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നെന്ന്. റോഡുകളുടെ അവസ്ഥ വളരെ മോശ. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ആർക്കറിയാം. ഫുർഫുറി നഗറിന് പണത്തിന്റെ ഒത്തിരി ആവശ്യമുണ്ട്. ഞങ്ങൾ പോയിരിക്കും, തീർച്ചയായിട്ടും പോയിരിക്കും. ഡാക്കി ചിക്കി മോട്ടു പത്ലു വിജയിക്കട്ടെ, മോട്ടു പത്ലു വിജയിക്കട്ടെ, മോട്ടു പത്ലു വിജയിക്കട്ടെ. അല്ല, ഒന്നും നിന്നേ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? എന്ത് കണ്ടീഷൻ ആയാലും എനിക്കത് സമ്മതമാണ്. ഞങ്ങള് തിരിച്ചു വരുന്നിടം വരെ ജോണ് ജയിലിനകത്തായിരിക്കും. ഇനി അഥവാ ഞങ്ങള് തിരിച്ചു വന്നില്ലെങ്കിൽ ജോൺ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഓക്കെ, സമ്മതിക്കുന്നു. അയ്യോ, വേണ്ട, ഇത് ശരിയല്ല, ഇത് ചീറ്റിംഗ് ആണ്. ഡോക്ടർ ജഡ്ക, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ നമ്മുടെ മോട്ടുപത്ലു മാത്രം ഒരു അഡ്വഞ്ചർ ട്രിപ്പിൽ പോയത് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് നമുക്കും ഇവരോടൊപ്പം പോയാലോ? എന്താ? എടോ ഗസിന്റെ, താൻ എന്തായി പറയുന്നത്? ഈ അഡ്വഞ്ചർ റേസ് വളരെ അപകടം പിടിച്ചതാണ്. പൊളിക്കടുത്തല്ല. മോട്ടുപത്ലു നമ്മുടെ കൂടെ ഉള്ളപ്പോ എന്ത് ആപത്താ സംഭവിക്കുക? ആപത്ത് നമ്മുടെ മോട്ടുപത്ലുവിനെ കണ്ടാലേ അപ്പൊ തന്നെ പന്നിക്ക് വെടികൊണ്ടമാരി അവിടുന്ന് ഓടില്ലേ? എന്റെ അമ്മോ, നമ്മുടെ കസിറാം പറയുന്നത് വളരെ ശരിയാണ്. നമുക്കും ഒരുമിച്ച് പോകണം. മോട്ടുപത്ലു കൂടെ ഉള്ളപ്പോൾ നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് തന്നെ എന്റെ ചെവികളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഗസിറ്റാറാം, നീ പറഞ്ഞത് സത്യമാണ് കേട്ടോ. വരൂ, നമുക്ക് അവരുടെ ഒപ്പം പോവാം. മോട്ടുപത്ലു, നിങ്ങൾ രണ്ടുപേരും മാത്രം ഒരുമിച്ച് ഈ ട്രിപ്പിൽ പോവാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഓക്കേ? എന്താ പറ്റിയേ? കാരണം ഞങ്ങളിപ്പോ നിങ്ങളുടെ ഒപ്പം വരാൻ പോവാ. ജയ് ഹോ! അവസാനം ഫ്രാൻസിലെത്തി. പക്ഷെ ഇതെന്താ, അവര് ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ മറന്നുപോയോ? ദേ നിൽക്കുന്നു ഡ്രൈവർ പത്ലു. അതെ, നിങ്ങൾ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടു പോ. Hello! Check. 1, 2, 3. Mic check. Hello everyone. Welcome to this adventure trip. എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യത്തെ മത്സരാർത്ഥി കാനഡയിൽ നിന്ന് ഡോണി ആൻഡ് ഡൂണോ. ഡോണിയും ഡുണോയും ലോകത്തിലുള്ള എല്ലാ അഡ്വഞ്ചറസ് സ്പോർട്സിലും പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. അഡ്വഞ്ചറസ് സ്പോർട്സ് ഇവരുടെ ഒരു ഹോബിയാണ്. അടുത്തതായി സൈമണും ബിഗ് ബുള്ളും. സൈമൺ നാവിഗേഷനിൽ എക്സ്പെർട്ട് ആണ്. അത് മാത്രമല്ല, കോമ്പസ് പോലും ഇല്ലാതെ ഇവർ എത്ര കൊടുങ്കാട്ടിലെയും അതിർത്തി കണ്ടുപിടിച്ചിരിക്കും. അദ്ദേഹത്തിലൂടെ വന്നിരിക്കുന്നത് ബിഗ് ബുൾ. ഇദ്ദേഹം ഒരു വെതർ എക്സ്പെർട്ട് ആണ്. കാറ്റിന്റെ മണം പിടിച്ച് അടുത്തതായി അന്തരീക്ഷം എങ്ങനെയുണ്ട് എന്ന് പറയുന്ന ആളാണ്. അടുത്തതായി ഒരു അച്ഛനും മകനും ഡ്യുവോ, പരീഷ് ബഡ്ലിവാല ഒപ്പം ഹിമേഷ് ബഡ്ലിവാല ഫ്രം ലണ്ടൻ. മോരെ, ഒരു സൈഡിലോട്ട് ഓട്ടടാ. നമ്മളിതാ എത്തി. നിനക്കൊക്കെ ആരാടാ ഡ്രൈവിംഗ് ലൈസൻസ് തന്നത്? ഇനിയെങ്ങാനും നീ വണ്ടി തൊട്ടാണല്ലോ. ശരിയച്ചാ, വരൂ പോകാം. കാശ് അച്ഛാ, ഇവിടെ കാശ് മഴ പെയ്യുന്നുണ്ട്.
എന്തിനാണോ ചുമ്മാ ഇങ്ങനെ കാശ് കാശ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മളെന്താണോ ഈ കാശിന് വേണ്ടിയാണോ വന്നിരിക്കുന്നത്? നിങ്ങളെ ഈ അഡ്വഞ്ചറസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ ഹോബി എന്താണെന്ന് പറയൂ സാർ. കാശിന്റെ പുറകെ പോകുന്നതാണ് നിങ്ങളുടെ ജോലി. അതെ അതെ, ഇവിടെ 500 കോടിയല്ലേ കിട്ടാൻ പോകുന്നത്. പക്ഷേ എന്റെ മോനെ 5 രൂപയാണെങ്കിലും നാവും പുറത്തോട്ടിട്ട് വന്നോളൂ. നിങ്ങൾ എന്നെ എല്ലാരുടെ മുമ്പിലും വെച്ച് ഇങ്ങനെ നാണം കെടുത്തിയല്ലോ. അടുത്തതായി മിസ്റ്റർ ഹണ്ടറും പിന്നെ മിസ്റ്റർ കോപ്പടിയും. ഇവര് രണ്ടുപേരും സഹോദരന്മാരാണ്. ഹണ്ടർ ഹണ്ടിങ്ങിൽ ഒരു എക്സ്പേർട്ട് ആണ്. അതുപോലെ അദ്ദേഹത്തിന് ആനിമൽസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അദ്ദേഹം കാട്ടിനുള്ളിൽ ഭക്ഷണം കഴിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊന്നുമില്ലാതെ തന്നെ 1 മാസം കഴിയും. പിന്നെ ഏത് മൃഗം വന്നാലും അതിനെ തടഞ്ഞു നിർത്താൻ അദ്ദേഹത്തിന് അറിയാം. ഇനി അടുത്തതായി വരാൻ പോകുന്നത് മോട്ടു ആൻഡ് പത്ലു. മോട്ടു പത്ലു രണ്ടുപേരും ചങ്കുകളാണ്. ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം ലോകത്തിന് മുഴുവനും അറിയാം. ഏതെങ്കിലും ഒരു കാര്യം മോട്ടു പത്ലു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കിയ ശേഷമേ വിശ്രമിക്കുകയുള്ളൂ. മോട്ടുവിന്റെയും പത്ലുവിന്റെയും കൂടെ ഇവരുടെ ദോസ്ത് കസിറ്ററാം, ചിങ്കം, പിന്നെ ഡോക്ടർ ജഡ്കയും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ദാ വരുന്നു മിസ്റ്റർ ജോറവർ. മിസ്റ്റർ ജോറവർ, പേടിക്കാതെ ഇങ്ങോട്ട് കടന്നു വരൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.